കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം പരിശോധിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 20-ൽ എത്ര? LDF എത്ര നേടും? UDF എത്ര നേടും? 20-ൽ എത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. ആലത്തൂർ മണ്ഡലം ഇത്തവണ ശ്രദ്ധേയമാകുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരരംഗത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആലത്തൂരിൽ ഒരു ത്രികോണ മത്സരമൊന്നുമില്ല. സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ, അതുവഴി UDFൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനായിട്ട് കെ രാധാകൃഷ്ണനെ ഇടതുമുന്നണി മത്സരിപ്പിക്കുന്നു. മണ്ഡലം ഏതു വിധത്തിലും തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ. എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് പോകേണ്ടി വരും. 2019 കേരളത്തിലെ 19 സീറ്റിലും UDF ആണ് വിജയിച്ചത്. അതൊരു വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാൾ വലിയ അത്ഭുതമായിരുന്നു ആലത്തൂരിലെ രമ്യ ഹരിദാസിൻ്റെ വിജയം. സിറ്റിംഗ് MP ആയിരുന്ന PK ബിജുവിനെ രമ്യ ഹരിദാസ് തോൽപ്പിക്കുന്നത് 1,58,968 വോട്ടിനാണ്. ഈ ഭൂരിപക്ഷത്തിൻ്റെ വലിപ്പം രമ്യ മാത്രമല്ല, UDFനെയും കോൺഗ്രസിനെയും LDFനെയും CPMനെയും ഒക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. എങ്ങനെയാണ് രമ്യ ഹരിദാസ് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയത് എന്നത് പരിശോധിച്ചുകൊണ്ട് വേണം നമുക്ക് 2024 മത്സരത്തിലേക്ക് വരാൻ. നമുക്കൊപ്പം സീനിയർ ജേർണലിസ്റ്റ് ജോർജ് പൊടിപ്പാറയുണ്ട്. നമുക്ക് ഈ 2019 രമ്യ ഹരിദാസ് കോഴിക്കോട്ട് നിന്ന് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് ആലത്തൂർ എത്തുന്നത്. പക്ഷേ വളരെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടി വിജയം രമ്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഈ 2024 രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ CPMനെയും ഇടതുമുന്നണിയെയും പ്രേരിപ്പിക്കുന്നത് ഈ 2019 വിജയമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം രമ്യയ്ക്ക് 2019 കിട്ടിയത്? രാജീവ്, അത് സത്യം പറഞ്ഞാൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിജയം തന്നെയായിരുന്നു രമ്യയുടെ. കോൺഗ്രസ് ഞെട്ടി, UDF ഞെട്ടി, CPMൻ്റെ ഞെട്ടൽ എന്ന് പറയുന്നത് അവരൊരു പക്ഷേ ഇലക്ഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ ഞെട്ടലുകളിലൊന്നാണ് ആലത്തൂരിലെ ഈ ഭൂരിപക്ഷം. 1,58,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഒരുപക്ഷെ ഇടതുമുന്നണി ഏറ്റവും സുരക്ഷിതമായ നിയമസഭാ മണ്ഡലങ്ങളെന്ന് കണക്കാക്കുന്ന ഏറ്റവും വലിയ നേതാക്കളെ മത്സരിപ്പിക്കുന്ന ആലത്തൂർ അടക്കമുള്ള സുരക്ഷിത മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലാണ് 1,58,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം സിറ്റിംഗ് MP ആയിരുന്ന PK ബിജുവിൻ്റെ മേൽ നവാഗതയായ കോഴിക്കോട് നിന്ന് ഒരു സുപ്രഭാതത്തിൽ ആലത്തൂരിൽ കൊണ്ടുവന്ന് നിർത്തിയ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി നേടുന്നു. രാഹുൽ ബ്രിഗേഡിൽ ഒരു അംഗം എന്നുള്ള ഒരു പ്രതിച്ഛായ, ഒപ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയ സമ്പത്ത്, ഇതിനപ്പുറത്ത് ഇതിനു മുമ്പൊരു തെരഞ്ഞെടുപ്പിനൊന്നും മത്സരിക്കാത്ത രമ്യ ഹരിദാസ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അതും ആലത്തൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ നേടി എന്നത് സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ, രാഷ്ട്രീയ കേരളത്തെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണത് ഇടതുമുന്നണി അതൊരു വലിയ അഭിമാനക്ഷതമായിട്ട് ഇടതുമുന്നണിയുടെ വിശ്വാസങ്ങളുടെ മേൽ, അവരുടെ ആത്മവിശ്വാസത്തിന് മേൽ ആഞ്ഞടിച്ച ഒരു ഉൽക്ക പോലെയാണ് ആലത്തൂരിലെ പരാജയത്തെ അവർ കാണും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവരുടെ കോട്ടയായിട്ടുള്ള ആലത്തൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെ. എന്തുകൊണ്ട് രമ്യ ഹരിദാസിന് ഇത്രയും വലിയൊരു വിജയം ആലത്തൂരിൽ കിട്ടി എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ പറയേണ്ടി വരും, പല കാരണങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്, ജയം ഒരുപക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായ വീശിയടിച്ചൊരു തരംഗത്തിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കേരളീയര്, മലയാളികളെ ഏറെ പ്രതീക്ഷിച്ച പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ശബരിമല വിഷയം. പ്രത്യേകിച്ച് ആലത്തൂർ പോലെ ഹിന്ദുമത വിശ്വാസികൾ ഏറെ ഉള്ള, ഒരുപക്ഷെ മഹാഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികൾ അടങ്ങുന്ന ആലത്തൂർ മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ, അന്നത്തെ പിണറായി സർക്കാരിൻ്റെ നിലപാടുകൾ അവരെ വേദനിപ്പിച്ചു, അവരുടെ വികാരങ്ങളെ വലിയൊരളവിൽ വ്രണപ്പെടുത്തി. അതിനൊരു തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് കുറേ ഹിന്ദു വോട്ടുകൾ, പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു ഗണ്യമായ വിഭാഗം മറിഞ്ഞ് അത് UDFിലേക്കും BJPയിലേക്കും പോയി എന്നുള്ള മറ്റൊരു കാരണമുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം ഇതിനൊപ്പം ഈ രണ്ട് കാരണങ്ങൾ മാത്രമാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ VK ശ്രീധരനോട് നമ്മുടെ MP രാജേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് കേവലം 11,000 വോട്ടുകൾക്കാണ്. ഈ രണ്ട് മണ്ഡലങ്ങളും ഒരുപോലെ തന്നെ ഇടതുമുന്നണിയുടെ കോട്ടയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മാത്രമല്ല ആലത്തൂരിൽ സംഭവിച്ചത്.
ആലത്തൂരിൽ സംഭവിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടെയുണ്ട്. നിലവിൽ MP ആയിരുന്ന PK ബിജുവിനോടുള്ള വോട്ടർമാരുടെ ഒരു വിരോധം, അല്ലെങ്കിൽ അവർക്കുള്ളൊരു വിപ്രതിപത്തി തന്നെ, ആ വാക്കാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് അദ്ദേഹത്തിന്റെ ശൈലിയോട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടല്ല, അദ്ദേഹം പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആ ഒരു 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 എന്താ പറയാ, ഒരു ശരീരഭാഷ, അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളോടും പ്രാദേശിക പ്രവർത്തകരോടുമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലെ ഒരു ഇന്റിമസി ഇല്ലായ്മ, അവരോടുള്ള ഒരു അവഗണന, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PK ബിജു എന്ന ഇടതുപക്ഷ MP-യുടെ പ്രകടനത്തിലും പ്രവർത്തനത്തിലും, അദ്ദേഹം മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളിലും, അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ സമീപനത്തിലും പ്രവർത്തകരോടും വോട്ടർമാരോടും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഒക്കെ വളരെ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തിന്റെ കൂടി ഒരു തിരിച്ചടിയാണ് സത്യത്തിൽ ആലത്തൂരിലെ ഇത്രയും മാരകമായ പരാജയത്തിന് കാരണമായത്. അല്ലാതെ രാഹുൽ ഫാക്ടറും അതുപോലെ തന്നെ ശബരിമല ഫാക്ടറും മാത്രമല്ല, അക്കാര്യത്തിൽ വലിയൊരു പങ്ക് PK ബിജു എന്ന് പറയുന്ന അന്നത്തെ 2019 വീണ്ടും മത്സരിച്ച സിറ്റിംഗ് MP-ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായൊരു വിലയിരുത്തലായിട്ട്. ശ്രീ ജോർജ് കൂടി പറയാം. നമ്മൾ ബിജുവിൻ്റെ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു 2019 രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-നെ സംബന്ധിച്ച്, ആലത്തൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അനുഭവപ്പെട്ടത് എന്നുള്ള ഘടകം കൂടിയില്ലേ. വളരെ പെട്ടെന്ന് ജനങ്ങളുമായി അടുപ്പം സ്ഥാപിച്ച് വളരെ ഊർജ്ജസ്വലമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു മാറ്റവും കൂടെ ഈ ഒരു വലിയ ഭൂരിപക്ഷത്തിന് കാരണമല്ലേ? തീർച്ചയായിട്ടും ഞാനത് ആ വിഷയം ചൂണ്ടിക്കാണിച്ചില്ലെന്നേ ഉള്ളൂ. രമ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, രമ്യ വളരെ ഡൗൺ ടു എർത്ത് ആണ്. ജാടകളില്ലാത്ത, ആരോടും വളരെ പെട്ടെന്ന് അടുക്കുന്ന, ആ രമ്യയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഏത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവർക്കും ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളവർക്കും, നമുക്ക് ആലത്തൂരിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത കൂടി നമ്മൾ കണക്കിലെടുക്കും. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാര് ഏറ്റവും കൂടുതലുള്ള കർഷക തൊഴിലാളികളും സാധാരണ കർഷകരും കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഒക്കെയുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെറും ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളും ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമായിട്ട് ആലത്തൂരിനെ കാണാൻ കഴിയും. അപ്പോൾ പല സംസ്കാരങ്ങളുള്ള മണ്ഡലമാണെങ്കിലും രമ്യ വളരെ അനായാസം ആ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി പെങ്ങളുട്ടിയായിട്ട് പാട്ടും പാടി കയ്യിലെടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിജയരാഘവൻ അന്ന് നടത്തിയ വിവാദമായ ചില പരാമർശങ്ങളും രമ്യയുടെ വളരെ പെട്ടെന്നുള്ള ഒരു 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 എന്താ പറയുക സ്വീകാര്യതയ്ക്ക് വഴിവെച്ചു. വലിയൊരു തോതിൽ ഒരു സഹതാപ തരംഗം, ഒരു പെൺകുട്ടിയെ, ഒരു നവാഗതയായ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ശ്രമിച്ചു. അതൊരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു സീനിയർ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതായിരുന്നു എന്നുള്ളൊരു ചിന്ത വളരെ ശക്തമായിട്ട് വോട്ടർമാരിലേക്ക് വന്നു. രമ്യ പാട്ടുപാടി നാടൻ പാട്ടുകളും അതുപോലെ തന്നെ ചുവട് വെച്ചും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും എന്ന് വേണ്ട സകല വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കും വളരെ അനായാസം കടന്നു കയറി അവരുടെ ഒരു സ്വന്തം സഹോദരി, സ്വന്തം പെൺകുട്ടി എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ രമ്യയ്ക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഒരു നവാഗത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒട്ടും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കൂടുതൽ തവണ മത്സരിക്കും തോറും നെഗറ്റീവ്സിൻ്റെ ആ അളവ് കൂടി വരും. PK ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. രമ്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഘടകം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പരിധി വരെ രണ്ടാം ഊഴത്തിൽ രമ്യ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ വർക്ക് ചെയ്യും. അവിടെ പ്രതിച്ഛായ കൂടുതലുള്ള K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ നേതാവിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ രമ്യയ്ക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് അവിടെ ആലത്തൂരിൽ നടക്കുന്നത്. അതിൽ ആര് ജയിക്കും, ആര് തോൽക്കും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ആലത്തൂർ പോലെ 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് അതിന്റെ ചരിത്രത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ജോർജ് കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് 2009-ലാണ്. അതിനു മുമ്പ് ഒറ്റപ്പാലമായിരുന്നു. പാലക്കാടും ഒറ്റപ്പാലവും 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അതും ഒറ്റപ്പാലവും ഇടതിന് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. 1977 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ K. കുഞ്ഞമ്പുവാണ് വിജയിക്കുന്നത്. പിന്നീട് 1980 AK ബാലനിലൂടെ CPIM ആ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1984 പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ KR നാരായണൻ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. 87-ലും 91-ലും അദ്ദേഹം വിജയം ആവർത്തിച്ചു.
പിന്നീട് 1993 കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതി ആയതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് ഒറ്റപ്പാലം മണ്ഡലം CPM തിരിച്ചുപിടിക്കുന്നത് S. ശിവരാമനിലൂടെ. പിന്നീട് 1996, 98, 99, 2004, 2009 ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2006 വരെ, ഒറ്റപ്പാലത്ത് 2006 വരെ CPMൻ്റെ സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിജയം. ഏറ്റവും ഒടുവിൽ ഒറ്റപ്പാലത്ത് നിന്ന് MP ആയത് S. വിജയകുമാറാണ്. അദ്ദേഹം തുടർച്ചയായ 4 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. S. അജയകുമാറാണ്. അദ്ദേഹം തുടർച്ചയായ 4 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. 2009 ആലത്തൂർ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആലത്തൂർ നിലവിൽ വന്നപ്പോൾ ആദ്യ ജയം PK ബിജുവിലൂടെ CPMന് തന്നെയായിരുന്നു. 2014 PK ബിജുവിൻ്റെ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത്. 2014 അപേക്ഷിച്ച് 19 ആയപ്പോഴത്തേക്കും 2009 അപേക്ഷിച്ച് 2014 ഭൂരിപക്ഷം കൂടി. 2014 37,312 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു PK ബിജുവിന്. ആ ഭൂരിപക്ഷമാണ് 2019 രമ്യ ഹരിദാസ് 1,58,000 വോട്ടിലേക്ക് മാറ്റുന്നത്. ഈ തോൽവിയിൽ ബിജുവിൻ്റെ ഉത്തരവാദിത്വം എത്രയാണ് എന്നാണ് നേരത്തെ ജോർജ് പൊടിപ്പാറ നമ്മളോട് വിശദീകരിച്ചത്. നമുക്ക് അടുത്തൊരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലേക്ക് വരും. ഈ ചിത്രം മാറ്റുന്നത് നിശ്ചയമായിട്ടും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന CPIM സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഇടതുജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ MLA എന്നുള്ള നിലയ്ക്ക് ചേലക്കരയിൽ 2-3 വട്ടം MLA ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴും ചേലക്കരയുടെ MLA ആണ്. ആ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആദ്യ MLA ആയപ്പോൾ തന്നെ മന്ത്രിയായ ആളാണ്. 1996, 2001 EK നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. പിന്നീട് കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു. ഇപ്പോൾ വീണ്ടും 2ാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയാണ്. അദ്ദേഹം ആ നിലയ്ക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം താങ്കൾ അത് സൂചിപ്പിച്ച് തുടങ്ങിയിരുന്നു. രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഏത് നിലയ്ക്കും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് LDFിൻ്റെയും CPMൻ്റെയും ലക്ഷ്യമാണ്. അതിന് ഏറ്റവും യോജിച്ച സ്ഥാനാർത്ഥി രാധാകൃഷ്ണനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആലത്തൂരിനെ സംബന്ധിച്ച് രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് 2024 ഈ മത്സര ചിത്രത്തെ മാറ്റാൻ പോകുന്നത്? താങ്കൾ സൂചിപ്പിച്ചാണ് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കാൻ. അതായത് ആലത്തൂർ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ബിംബമാണ്. ആലത്തൂർ തോൽക്കുക എന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 ചിറ്റൂർ മുതൽ കുന്നംകുളം വരെയുള്ള നീണ്ടു കിടക്കുന്ന ആ 7 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു മണ്ഡലത്തിൽ പോലും ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഒരു ലോക്സഭാ മണ്ഡലമാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ആ മണ്ഡലം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPMന് അല്ലെങ്കിൽ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇടതു മുന്നണിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വളരെ സെലക്റ്റീവായിട്ടാണ് അവർ ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതികൂല ഘടകമുള്ളൊരു സ്ഥാനാർത്ഥി ആകാൻ പാടില്ല. മണ്ഡലത്തിന് സുപരിചിതനായിരിക്കണം. വളരെ ക്ലീൻ ആയിട്ടുള്ള, കറക്റ്റായിട്ടുള്ള, വളരെ ക്ലീൻ ഇമേജ് വേണം. മികച്ച ട്രാക്ക് റെക്കോർഡ് വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു സംശുദ്ധി, അതുപോലെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, ഒരു കർഷക പശ്ചാത്തലത്തിൽ വിവാഹം പാർട്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ ആത്മാർത്ഥതയുള്ള സമർപ്പിതനായ ഒരു പാർട്ടി പ്രവർത്തകൻ. മാത്രമല്ല മന്ത്രി എന്നുള്ള നിലയ്ക്കോ MLA എന്നുള്ള നിലയ്ക്കോ സ്പീക്കർ എന്ന നിലയ്ക്കോ ഒരു ബാഡ് മാർക്കും അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയും ആ തെരഞ്ഞെടുപ്പിനെ തുണച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആലത്തൂർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സത്യത്തിൽ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂരിൽ പാർട്ടിയുടെ നിയോഗം നിറവേറ്റി സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അതിനോട് മാനസികമായിട്ട് ചർച്ചയുണ്ടായിരുന്നോ, യോജിപ്പുണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച്, അതിനപ്പുറത്ത് പാർട്ടി അദ്ദേഹത്തിൽ ഒരു നിയോഗം അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. ആ നിയോഗം എന്ന് പറയുന്നത് പാർട്ടി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആ ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു നിയോഗം. അതിന് അദ്ദേഹത്തിന്റെ ഈ ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ട്രാക്ക് റെക്കോർഡും പ്രതിച്ഛായയും തുണയാകും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു ഘടകം, ഈ
1,58,000 വോട്ടിന്റെ ആ ഒരു 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 വലിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിലേക്ക് രമ്യ എത്തിച്ചേർന്ന രാഷ്ട്രീയ ബലം കൊണ്ടല്ല എന്നത് നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേവലം UDFന്റെ ഒരു രാഷ്ട്രീയ ബലം കൊണ്ടാണ് ഈ 1,58,000 വോട്ടിലേക്ക് രമ്യ എത്തിച്ചേർന്നതെന്ന് നമുക്കൊരു സാമാന്യ യുക്തി കൊണ്ട് അങ്ങനെ കരുതാൻ പറ്റില്ല. അതിന് മറ്റ് പല ഘടകങ്ങളും ഇഴുകിച്ചേർന്നിട്ടുണ്ട്. അത് രമ്യ എന്ന വ്യക്തി എത്രത്തോളം ആലത്തൂരിലെ ഏറ്റവും സാധാരണക്കാരായ കർഷക തൊഴിലാളികളായ, തൊഴിലുറപ്പ് തൊഴിലാളികളായ, കർഷകരായ ജനസാമാന്യത്തിന്റെ ഹൃദയത്തിലേക്ക് രമ്യ എന്ന സ്ഥാനാർത്ഥി എത്രത്തോളം ഇറങ്ങിച്ചെന്നു, ഇഴുകിച്ചേർന്നു എന്നുള്ളൊരു വലിയ വിഷയം അവിടെ അന്തർഭവിക്കുന്നു. ഇവിടെ ഒരു വശത്ത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഏത് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സാധാരണക്കാരിയായ സ്ഥാനാർത്ഥി. മറുവശത്ത് എല്ലാ ക്ലീൻ പ്രതിച്ഛായയും അതുപോലെ തന്നെ ഏറ്റവും ഡൗൺ ടു എർത്ത് സാധാരണക്കാരുടെ പ്രതിനിധി, ഒരു തികഞ്ഞ സഖാവ് എന്ന ഇമേജുള്ള കെ രാധാകൃഷ്ണൻ. പക്ഷെ രണ്ടുപേരുടെയും ക്യാരക്ടർ തമ്മിലുള്ള അന്തരം, രാധാകൃഷ്ണൻ ഒരു പതിഞ്ഞ സ്വഭാവക്കാരനാണ്. രാധാകൃഷ്ണൻ അങ്ങനെ ഇടിച്ചു കയറി ഭയങ്കരമായ ഒരു ഗിമ്മിക്സ് ഒന്നും അദ്ദേഹത്തിന് വശമില്ല. അദ്ദേഹം ആ പഴയ ആ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മിതത്വവും അതുപോലെ തന്നെ മെച്യൂരിറ്റിയും, വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് രമ്യയുടെ ശൈലിയും രാധാകൃഷ്ണന്റെ ശൈലിയും തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ ഈ രണ്ട് ശൈലി, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ, രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ എന്ന പോരിനപ്പുറത്ത് ആലത്തൂരിൽ അരങ്ങേറുന്നത് രണ്ട് വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള വ്യക്തികളുടെ വലിയൊരു പോരാട്ട ഭൂമിക കൂടിയായിട്ട് ആലത്തൂര് മാറുകയാണ്. അവിടെ വെറും രാഷ്ട്രീയ പോരല്ല നടക്കുന്നത്, രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള അതിശക്തമായ ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. അതിൽ ആരെയാണ് ആലത്തൂരുകാർ കൂടുതൽ നെഞ്ചേറ്റുക എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമാണോ അതോ സ്നേഹവായ്പാണോ, വാത്സല്യമാണോ അതോ ബഹുമാനമാണോ, ഒത്തിരി ഘടകങ്ങൾ ആലത്തൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് ഒരുപക്ഷെ നാളത്തെ രാഷ്ട്രീയ പഠനങ്ങൾക്ക് ഒരു പാഠശാല കൂടി, ഒരു പാഠപുസ്തകം കൂടി ആകുന്ന രീതിയിലാണ് ആലത്തൂരിലെ ഇത്തവണത്തെ പോരാട്ടം മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ രമ്യ ഹരിദാസിന് ആലത്തൂർ മണ്ഡലത്തിൽ അഡ്രസ്സ് കിട്ടേണ്ടതല്ല. കാരണം അതാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ്, അത്രമേൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ എല്ലാ സർവേകളും പറയുന്നത് അവിടെ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. ചില സർവേകളിലെങ്കിലും ഇപ്പോഴും രാധാകൃഷ്ണന് മേൽ രമ്യ ഹരിദാസിന് മേൽക്കോയ്മയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കേവലമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അപ്പുറത്ത് രണ്ട് ശൈലികൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ദർശനങ്ങൾ, രണ്ട് നിലപാടുകൾ, ഇത് തമ്മിലുള്ള ഒരു വലിയ പോരാട്ട വേദി കൂടിയായിട്ട് ആലത്തൂര് മാറുകയാണ്. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഈ രമ്യ ഹരിദാസിൻ്റെ ജനപ്രിയത അത് 2019 MP ആയതിനു ശേഷം അവർ ആ മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് ആ സ്വീകാര്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ്, സിറ്റിംഗ് MP എന്നുള്ള നിലയ്ക്ക് മണ്ഡലത്തിൽ സജീവമായി നിന്നിരുന്നു എന്നുള്ളത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് രമ്യയ്ക്കുണ്ടെന്ന് പറയാനാകുമോ? ഒരു പരിധി വരെ. അതായത് നെഗറ്റീവ്സ് ഉണ്ട്. രമ്യയുടെ ശൈലിയെക്കുറിച്ച് രമ്യ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. രമ്യ എന്താ പറയുക, പാർലമെന്റിൽ പ്രകടനം വലിയ ഗുണമുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ നിലവാരത്തിനൊത്ത് പ്രതീക്ഷയ്ക്കെത്ത് വരുന്നില്ല. ആലത്തൂര് പോലൊരു മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും രമ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെല്ലാം എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് രമ്യ മണ്ഡലത്തിലുടനീളം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1300 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ അവിടെ കൊണ്ടുവന്നു. കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ചിറ്റൂർ ഫർക്കയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഇങ്ങനെ ഒത്തിരിയേറെ അവകാശവാദങ്ങൾ രമ്യ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിൽ പോലും രമ്യക്കെതിരെ പ്രധാനമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്, ഒരു MP എന്നുള്ള നിലയിൽ രമ്യയുടെ പ്രകടനം ആലത്തൂരിന്റെ ആവശ്യങ്ങളോളം, അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന നിലയിലേക്കും നിലവാരത്തിലേക്കും എത്തിയില്ല. MP എന്നുള്ള നിലയിൽ രമ്യ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളൊരു പരാതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഇടതുപക്ഷം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിനെ രമ്യ നേരിടുന്നത് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. PK ബിജുവിന്റെ കാലത്ത് ചെലവാക്കാതിരുന്ന MP ഫണ്ട് പോലും തന്റെ കാലത്ത് ചെലവഴിച്ച് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു ദിശാബോധം നൽകാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ള അവകാശവാദമൊക്കെ രമ്യ ഉയർത്തുന്നുണ്ട്. അതിനെയെല്ലാം ആ സംഘടനാപരമായ കെട്ടുറപ്പ് കൊണ്ടും സംഘടനാ ശേഷി കൊണ്ടും പ്രവർത്തക ബാഹുല്യം കൊണ്ടും
എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രചരണ പരിപാടികൾ കൊണ്ടും ഇടതുപക്ഷത്തിന് മറികടക്കാൻ കഴിയുമോ, അതോ സാധാരണ മനുഷ്യരിലേക്ക് പഴയ രമ്യ അതേ പാട്ടും അതേ ചലനങ്ങളും മെയ്വഴക്കവും ശരീരഭാഷയുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ആലത്തൂരിന്റെ ഹൃദയം കീഴടക്കി വലിയൊരു അട്ടിമറിക്ക് കൂടി എന്താ പറയാ നടത്താനുള്ള ശേഷി രമ്യക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആലത്തൂർ എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാർഷിക മേഖലയാണ്. നെൽകൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ചിറ്റൂർ എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം നെൽകൃഷി നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ചിറ്റൂർ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നെന്മാറയാണെങ്കിലും ആലത്തൂരാണെങ്കിലും ഒക്കെ നെൽകൃഷിക്ക് പ്രാമുഖ്യമുള്ള മേഖലകളാണ്. ഈ കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിപ്പോൾ എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക സ്വാഭാവികമാണ്. അതൊരു പക്ഷേ ഈ രണ്ട് മുന്നണികളുടെ സാധ്യതകളെയും ബാധിക്കാനിടയുണ്ട്. കുറെ കൂടെ കൂടുതൽ ബാധിക്കുക ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളായിരിക്കും. രാജീവ്, അതിനകത്തൊരു കാര്യം കാണേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട് എന്ന് പറയുമ്പോഴും ആ പാലക്കാടിലെ ഏറ്റവും വലിയ നെൽകൃഷി മേഖലകളായിട്ടുള്ള 4 മണ്ഡലങ്ങളും ഈ ആലത്തൂരിൻ്റെ പരിധിയിലാണ് വരുന്നത്. ചിറ്റൂരും നെന്മാറയും തരൂരും അതുപോലെ തന്നെ ആലത്തൂരും. കേരളത്തിൻ്റെ അതായത് പാലക്കാടിൻ്റെ നെൽവയലുകൾ ഇങ്ങനെ എന്താ പറയുക കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന, ചില ഘട്ടങ്ങളിൽ പച്ചപ്പിന്റെ പരവതാനിയായിട്ടും ചില ഘട്ടങ്ങളിൽ സ്വർണം എന്താ പറയുക വാരി വിതറിയ പോലെ അങ്ങനെ കിടക്കുന്ന നെൽപ്പാടങ്ങളിലെ നടുവിലൂടെ പോകുന്ന ആ കാഴ്ച, ആ പാലക്കാടൻ യാത്രകൾ തന്നെ പലപ്പോഴും നമുക്കൊരു വലിയ അനുഭവമാണ്. ആ അനുഭവം അത് ഒരുപക്ഷെ പാലക്കാടിന് ഒരുപക്ഷെ കുട്ടനാട്ടിൽ ചില സമയത്ത് മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പാലക്കാട് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. ഇതിനെ പരസ്പരം വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇത് 2 കൂട്ടരും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാലക്കാട്ടെ നെല്ലെടുപ്പിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് കർഷകർക്ക് പണം ലഭിക്കുന്നില്ല. സപ്ലൈകോ മുമ്പൊക്കെ നെല്ല് സംഭരണം നടത്തിയപ്പോൾ വളരെ കൃത്യമായിട്ട് പൈസ കൊടുത്തിരുന്നു. ഇത്തവണ നെൽ കർഷകർക്ക് നെല്ലെടുക്കുന്ന വകയിൽ സപ്ലൈകോ കറക്റ്റായിട്ട് പണം കൊടുക്കുന്നില്ല. അതിന് ബാങ്കുകളുമായിട്ടുള്ള ധാരണയുണ്ടാക്കിയിട്ട് അവിടെ എന്താ പറയുക പഴയ പോലെ കാര്യക്ഷമമല്ല എന്നൊരു തോന്നലുണ്ട്. പണം കുടിശ്ശികയായിട്ട് വളരെ വൈകുന്നു. അത് അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ചിറ്റൂരും നെന്മാറയും ആലത്തൂരും തരൂരും അത് വലിയ പ്രശ്നമാണ്. കർഷകർ വളരെ അസംതൃപ്തരാണ്. കാലങ്ങളായിട്ട് പാലക്കാട്ടെ കർഷകരിൽ ഒരു വലിയ വിഭാഗം ഇടതു മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആ കർഷകർക്കിടയിൽ വലിയ അസംതൃപ്തി നിലവിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് ഇത്തിരി നെഞ്ചിരിപ്പോടെ മാത്രമേ LDFന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ LDFന്റെ ആ കർഷകരുടെ ആ രോഷം, അസംതൃപ്തി തീർച്ചയായിട്ടും LDFന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു ഘടകമാണ്. മറുവശത്താവട്ടെ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ജനങ്ങളുള്ള ഒരു മണ്ഡലമായിരിക്കും ആലത്തൂർ. കർഷക തൊഴിലാളി പെൻഷൻ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആയാലും മറ്റു തരത്തിലുള്ള വിധവാ പെൻഷൻ, അങ്ങനെയുള്ള സാധാരണ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യന് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രദേശമാണ് ആലത്തൂർ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഈ പെൻഷൻ കുടിശ്ശിക 6 മാസം 7 മാസമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 5-6 മാസമായിട്ട് പെൻഷൻ കുടിശ്ശികയായിരിക്കും. അവിടുത്തെ ആ മേഖലയിലെ മനുഷ്യരെ വലുതായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പെൻഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ പെൻഷൻ കുടിശ്ശിക ഈ കർഷകരെ പോലെ തന്നെ കർഷക തൊഴിലാളി വിഭാഗങ്ങളെയും വല്ലാത്ത അസംതൃപ്തിയിലാക്കിയിട്ടുണ്ട്, അല്ലാത്ത താഴെത്തട്ടിലുള്ള താഴ്ന്ന ജനവിഭാഗങ്ങളെ. അപ്പോൾ സാധാരണ മനുഷ്യരെ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ഒരു വശത്ത് നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ കേന്ദ്രം അവർ നൽകേണ്ട വിഹിതം നൽകാത്തതാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാമെങ്കിൽ, ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി സംസ്ഥാന സർക്കാരിന്റെ മേലേക്ക് തന്നെയാണ് വീഴുന്നത്. അവിടെയാകട്ടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ നമ്പർ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDFന്റെ ആന്റി ഇൻകംബൻസി ഫാക്ടർ മറ്റെവിടെ എന്നതിനേക്കാൾ കൂടുതൽ ആലത്തൂരിൽ ഒരു പക്ഷേ അവർക്ക് പ്രതികൂലമായി നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു ഘടകം പറയുമ്പോൾ നമ്മൾ ഈ LDF അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നെല്ല് സംഭരണത്തിൻ്റെ വില കൊടുക്കാത്തതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കോമ്പണൻറ്റ് കിട്ടാത്തത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഉത്തരവാദിത്തം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇടപെടൽ കൊണ്ടാണ് നമുക്കിത് നൽകാൻ കഴിയാത്തത് എന്ന വിശദീകരണം LDF നൽകുന്നുണ്ട്. അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ LDFന് സാധിക്കുന്നുണ്ട്, അത് എത്രത്തോളം
ഈ ഇലക്ഷൻ ഗ്രൗണ്ടിൽ ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യമില്ലേ? അത് താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ആലത്തൂരിൽ ഈ അസംതൃപ്തി വലിയ വ്യാപകമാണ്. അവിടുത്തെ ജനങ്ങൾ വളരെ കൂടുതൽ ഗുണഭോക്താക്കളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ LDFനെ തുണയ്ക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് വലിയ സൈദ്ധാന്തിക കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ അത് ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് കിടന്ന് ആരാണ് മെയിൻ കൾപ്രിറ്റ്, കേന്ദ്രമാണോ കേരളമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ പോകുന്നൊരു സമൂഹം അല്ല അവിടെ കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ കൂടുതലുള്ള മേഖലകളിൽ ഇത്തരം സൈദ്ധാന്തിക വിശകലനങ്ങളിലേക്കൊന്നും അല്ല. അവരുടെ പാർട്ടി പറയുന്നത് ഞങ്ങളിത് എപ്പോഴേ തരാൻ തയ്യാറാണ്. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 1600 ആക്കിയ സർക്കാരാണിത്, മുന്നണിയാണിത്, പാർട്ടിയാണിത്. ആ പാർട്ടി നിങ്ങൾക്ക് ഈ പണം തരാതിരിക്കുന്നെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം കേന്ദ്രമാണ്, കേന്ദ്രത്തിന്റെ ഇടപെടലാണ്, കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കാത്തതാണ്, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള നിര്യാതന ബുദ്ധിയോടെയുള്ള വൈരാഗ്യത്തോടെയുള്ള പ്രതികാര ബുദ്ധിയോടെയുള്ള പെരുമാറ്റമാണ്, സമീപനമാണ് കാരണം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണം ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടേക്കാം. കാരണം അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അതായതുകൊണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലേക്കാൾ കൂടുതൽ എറണാകുളം പോലെയോ തൃശ്ശൂർ പോലെയുള്ള എലൈറ്റ്, തിരുവനന്തപുരം പോലെയുള്ള എലൈറ്റ് മണ്ഡലങ്ങളിൽ ക്കാൾ വളരെ എളുപ്പത്തിൽ ഒരു പക്ഷേ ഈ ജനങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു വലിയ വിഭാഗം മറുവശത്ത് UDF വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഒരു കുറ്റം കൊണ്ടല്ല, കേരള സർക്കാരിന്റെ വീഴ്ച കൊണ്ടും സമയാസമയങ്ങളിൽ കേന്ദ്രത്തിന് കൊടുക്കേണ്ട കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ടും പരിധി വിട്ട ദൂർത്ത് കൊണ്ടും ആഡംബര ഭ്രമം കൊണ്ടും ഒക്കെയാണ് ഇത് ഇങ്ങനെ ഒരു പതനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് UDF പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പൊ ഈ പ്രചരണത്തിന് നടുവിൽ ആളുകൾ കൺഫ്യൂഷൻ ആവും. എങ്കിലും ഞാൻ വിചാരിക്കുന്നു കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു എന്താ പറയുക സാമൂഹ്യ ഘടന അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ അത്രത്തോളം ഒന്നും പാർട്ടിയെ അവിശ്വസിക്കുന്നവരല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ വൈകാരികമായി പ്രതികരിച്ചു എന്നതിനപ്പുറത്ത് ഇത്തവണ അവർ കുറെ കൂടി പാർട്ടിക്കാര് വളരെ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ അവിടെ ചിറ്റൂരൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി എന്ന് 100% കഴിഞ്ഞ തവണ ആത്മാർത്ഥതയുടെ പ്രചരണ രംഗത്ത് ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കുറി കളി മാറിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ 100% ഇപ്പോഴേ തന്നെ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ ഈ രാഷ്ട്രീയ ബലം അത് വളരെ പ്രധാനമാണ് ആലത്തൂരിനെ സംബന്ധിച്ച്. നമ്മൾ 2019 ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുകയാണെങ്കിൽ ആ ആലത്തൂരിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കാണ്. നേരത്തെ ജോർജ് കൊടിപ്പാറ തന്നെ സൂചിപ്പിച്ച പോലെ ചിറ്റൂർ മുതൽ കുന്നംകുളം വരെയുള്ള 7 മണ്ഡലങ്ങളിലും ജയം. 2 ലക്ഷത്തിലധികം വോട്ട് UDFനേക്കാൾ അധികമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ LDFന് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്, ചിട്ടയായ പ്രവർത്തനമുണ്ട്. ഇതൊക്കെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ഈ ശക്തമായ സംഘടനാ സംവിധാനം, ചിട്ടയായ പ്രവർത്തനം, ഇതെത്രത്തോളം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് സംഘടനാ പ്രവർത്തനം കുറേ കൂടെ ഊർജിതമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പുറത്ത് കോൺഗ്രസിന് അത്രത്തോളം വലിയൊരു സംഘടനാ സംവിധാനം അവകാശപ്പെടാനുമില്ല. ഈ താരതമ്യം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. സംഘടനാ സംവിധാനത്തിന്റെയും പ്രചരണത്തിന്റെയും കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഒരു താരതമ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് UDFന് ഇടതുമുന്നണിയുടെ 7 അയലത്ത് വരാൻ അല്ലെങ്കിൽ അടുത്തെങ്ങും എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഒരു കാരണവശാലും UDFന് ഇടതുമുന്നണിയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രത്തോളം ശക്തമായൊരു സംഘടനാ സംവിധാനം. അതായത് ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് CPMന്റെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടനാ മെഷീനറി ചലിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റീം റോളർ ഉരുട്ടുന്ന പോലെ പോകാവുന്ന ശേഷിയുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച, സംഘടനാ സംവിധാനമൊക്കെ എത്രത്തോളം ശക്തമാണെങ്കിലും വോട്ടർമാരുടെ മനസ്സിൽ കയറിക്കൂടുന്ന ചില ചിന്തകളും അവരെത്തിച്ചേരുന്ന ചില തീരുമാനങ്ങളും, ആ തീരുമാനങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പാലക്കാട് ഇടതുമുന്നണിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു. സാക്ഷാൽ NN കൃഷ്ണദാസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി KK ദിവാകരൻ എന്ന് പറയുന്ന സിറ്റിംഗ് MLA തോൽപ്പിച്ചാണ് ഷാഫി പറമ്പിലൊക്കെ കടന്നു വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അതായത് പെർഫോമൻസ് വളരെ പ്രധാനമാണ്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്, ആ മുന്നണിയോടുള്ള വിശ്വാസ്യത വളരെ പ്രധാനമാണ്.
ജനങ്ങളുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ, ചില വിശ്വാസങ്ങൾ അങ്ങ് ശക്തമായിട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ എത്ര പ്രചണ്ഡമായ സംഘടനാ പ്രവർത്തനം കൊണ്ടും മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പുകളും. അതുകൊണ്ട് ആലത്തൂര് ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനമൊക്കെ അത്യുജ്വലമാണ്. അവരുടെ പ്രചരണ തന്ത്രങ്ങളും ഗംഭീരമാണ്. അതിനോടൊന്നും കിടപിടിക്കാൻ UDFന്റെ സംവിധാനത്തിന് കഴിയില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അന്ന് ചുക്കാൻ പിടിച്ച അനിൽ അക്കരെ അടക്കമുള്ള നേതാക്കൾ ഇത്തവണ രമ്യയോടൊപ്പം ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് വളരെ ശക്തമായിട്ട് അന്ന് രംഗത്ത് വന്നു. അതുപോലെ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ AV ഗോപിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ആ കഴിഞ്ഞ തവണ അദ്ദേഹം അതിശക്തമായിട്ട് രമ്യയോടൊപ്പം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ വരവേൽപ്പൊക്കെ രമ്യയ്ക്ക് കൊടുത്തു. ആ കുറെ അനുകൂല ഘടകങ്ങൾ ഇത്തവണ അതേ അളവിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, LDFന്റെ സംഘടനാ ശക്തിയെയും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ സീസൺഡ് ആയിട്ടുള്ള ഇരുത്തം വന്ന CPM നേതാവിന്റെ ആ എന്താ പറയാ വളരെ ഗംഭീരമായിട്ടുള്ള ആ പ്രതിച്ഛായയും ഒക്കെ മറികടന്നുകൊണ്ട് രമ്യ ഹരിദാസിന്റെ ചടുലതയും ഹരിദാസിന്റെ പ്രചരണത്തിന്റെ ചാരുതയും ആരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന അനായാസമായ ആ ഒരു വൈഭവവും ഒക്കെ തമ്മിലുള്ള ഒരു മാറ്റുരയ്ക്കൽ തന്നെയാണ് ആലത്തൂരിൽ നടക്കുന്നത്. മത്സരം LDFും UDFും തമ്മിൽ നടക്കുമ്പോൾ, രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുമ്പോൾ NDA ത്രികോണ മത്സരമൊന്നും ആലത്തൂരിൽ ഇല്ല, അത് നിശ്ചയമായും നമുക്ക് പറയാം. NDA പ്രൊഫസർ TN സരസുവിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരുന്നത്. NDAയിൽ BJP ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 BDJSനായിരുന്നു ആ മണ്ഡലം നൽകിയിരുന്നത്. ഇത്തവണ അത് BJP നേരിട്ട് മത്സരിക്കുന്നു. ഇതുവരെ ആലത്തൂരിൻ്റെ ചരിത്രം എടുത്താൽ 2014 അവർക്ക് ലഭിച്ച 9.45% അവർക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വോട്ട് ശതമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല എന്ന ഘടകത്തെ വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിച്ചിട്ട് പോലും അവിടെ മത്സരിച്ച BDJS സ്ഥാനാർത്ഥിയുടെ വോട്ട് 2014 അപേക്ഷിച്ച് 1% കുറയുകയാണ് ഉണ്ടായത്. ഇത്തവണ ശ്രീ ജോർജ് പൊടിപ്പാറ, NDAയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് ഏതെങ്കിലും തരത്തിൽ ഈ മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാവുമോ? ഇത്തവണ ഒരുപക്ഷെ കഴിഞ്ഞ തവണ BDJS മത്സരിച്ചത് കൊണ്ടാകാം മറ്റു മണ്ഡലങ്ങളിൽ പലതിലും സംഭവിച്ച പോലെ ഒരു വലിയ എന്താ പറയുക ഒരു വർധനവ് BJPയുടെ വോട്ടുകളിൽ അല്ലെങ്കിൽ NDAയുടെ വോട്ടുകളിൽ ഇല്ലാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എങ്കിലും വോട്ട് ശതമാനം വർദ്ധിച്ചു. പക്ഷെ ഇത്തവണ സരസു പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപികയായിരുന്ന പ്രിൻസിപ്പലായിരുന്ന അവരെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവരാണ് സ്ഥാനാർത്ഥി. അവർക്ക് മണ്ഡലത്തിന്റെ മുഖമൂലയും അവരുടെ പൾസൊക്കെ നന്നായിട്ട് അറിയാവുന്ന കക്ഷിയാണ്. പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയവും അവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരാളും മാത്രമല്ല, അവർ സ്ഥാനാർത്ഥിയായ ഉടൻ തന്നെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. പ്രധാനമന്ത്രി അവരോട് 20 മിനിറ്റിലധികം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വിശദമാക്കി. സഹകരണ മേഖലയിലെ കള്ളത്തരങ്ങൾക്കെതിരെ അതിശക്തമായ അതിലെ കളങ്കിത വ്യക്തിത്വങ്ങളെ വെറുതെ വിടില്ല തുടങ്ങിയ ഉറപ്പുകളൊക്കെ നൽകി എന്നും പറയും. ഏതായാലും ഇതിൽ ഏത് മുന്നണിയെ ബാധിക്കും അല്ലെങ്കിൽ ജയാപജയങ്ങളെ ബാധിക്കുന്ന ഒരു നിർണായക സ്വാധീനമായിട്ട് BJPക്ക് ആലത്തൂർ മണ്ഡലത്തിൽ കഴിയില്ല. പാലക്കാട് മണ്ഡലത്തിലെ പോലെ BJPക്ക് അതിശക്തമായ സ്വാധീനവും ഉള്ള ഒരു സ്ഥലമല്ല ഈ പറയുന്ന ആലത്തൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇരു മുന്നണികളിൽ ആർക്കാണ് അവരെ കൊണ്ട് ദോഷം സംഭവിക്കുക. അതിനകത്ത് BJP കൂടുതൽ വോട്ടുകൾ പിടിച്ചാലുള്ളൊരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഹിന്ദു വോട്ടുകൾക്ക് വലിയ പ്രാമുഖ്യമുള്ള മേഖലകളാണ് ആലത്തൂരിലെ പല മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടില് വലിയ കൺസംഷൻ അല്ലെങ്കിൽ വലിയ വിഹിതം BJPയിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അത് വോട്ട് നഷ്ടപ്പെടുത്തുക ഇടതുമുന്നണിയുടേതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ക്രൈസ്തവ പ്രാതിനിധ്യവും അതുപോലെ തന്നെ മുസ്ലിം പ്രാതിനിധ്യമൊക്കെ പൊതുവെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞൊരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. തീയ സമുദായമാണ് ഏറ്റവും പ്രബല സമുദായം ഈ മണ്ഡലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചാൽ അത് സാധാരണഗതിയിൽ UDFനെയാണ് ബാധിക്കുന്നതെങ്കിൽ ആലത്തൂരിന്റെ സവിശേഷമായൊരു സ്വഭാവം കൊണ്ട് അത് ഒരുപക്ഷെ LDFനെയും കാര്യമായി തന്നെ ബാധിച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ചിത്രം എന്ന് പറയുന്നത് ശക്തമായ മത്സരം നടക്കുന്നു.
MP എന്നുള്ള നിലയ്ക്കുള്ള അഡ്വാൻറ്റേജ് രമ്യ ഹരിദാസിനുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പക്ഷേ 2019 അവർ മത്സരിക്കാൻ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സർപ്രൈസ് എലിമെൻ്റ് ഇക്കുറി രമ്യ ഹരിദാസിന് ഇല്ല. പക്ഷേ അന്നത്തെ ഊർജം അവരിൽ കുറയാതെ ഉണ്ട്. അതവർ മണ്ഡലത്തിൽ പ്രസരിപ്പിക്കുന്നുമുണ്ട്. ജനമനസ്സുകളിൽ രമ്യ ഉണ്ടാക്കിയെടുത്ത സ്ഥാനം സ്വാഭാവികമായി കൈവന്നൊരു നേതാവാണ് കെ രാധാകൃഷ്ണൻ. മികച്ച പ്രതിച്ഛായ, MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കേരളത്തിൽ ഒട്ടാകെ കിട്ടിയ സ്വീകാര്യത, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മത്സരം, രണ്ട് വ്യക്തികൾ തമ്മിൽ, ജോർജ് വെടിപ്പാറ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലത്തൂരിൽ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരം കൂടി നടക്കുന്നുണ്ട്. അതങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനവും ആലത്തൂർ തിരിച്ചുപിടിക്കണമെന്ന CPIM-ൻ്റെ ദൃഢനിശ്ചയവും ഇതെന്ത് മാറ്റമാണ് ആലത്തൂരിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതായിരിക്കും ഒരുപക്ഷെ ആലത്തൂരിൻ്റെ വിധി നിർണ്ണയിക്കുക.